ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ടൂറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടൂർ നമ്മളെങ്ങനെയാണ് ടൂറിന് വീഡിയോ ഒക്കെ ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ നമുക്കൊരു ടൂറിൻ്റെ വീഡിയോ ചെയ്യാം. ഫസ്റ്റ് വീഡിയോ എടുക്കാം. ബ്ലാങ്കാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അതിന് ശേഷം ഞാൻ പൈപ്പിൻ്റെ എഫക്റ്റാണ് കൊടുക്കുന്നത്. പൈപ്പിൻ്റെ എഫക്റ്റിൽ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ 3 വീഡിയോ ഒപ്പരാക്കിയിട്ട് ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നു, സൂമാക്കിയതിന് ശേഷം നമുക്ക് ട്രിം ചെയ്യാം. ഒരു 7 എന്നുള്ള സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അതിനുശേഷം മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പം വേണ്ടത് 3 പാർട്ടീഷൻ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ആനിമേഷനിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ എഫക്റ്റ് സ്വൈപ്പറും. ഇത് നമുക്ക് ഇന്നുണ്ട്, ഔട്ടുണ്ട്, കോംബോ ഉണ്ട്, ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഔട്ടിലുള്ളത് ഇങ്ങനത്തെ കുറേ ആനിമേഷൻ, കോംബോ വരുന്നത് ഇങ്ങനത്തെ ഉള്ളൊരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ല ഇങ്ങനത്തെ രീതിയിലുണ്ട്, കുറേ ആനിമേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്ന് ചേഞ്ച് ചെയ്യാം. ഫോൾ ഇൻ സ്പിൻ, സേവി, സൂം സേവി, അങ്ങനെ കുറേ ഇതുണ്ട്. ഞാൻ ഇന്നിൽ തന്നെ നമുക്ക് ഈ സ്വൈപ്പർ എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അത് ഓക്കെ ആയതിനു ശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം പിന്നെയും പൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം പൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് ആ വീഡിയോനെ എടുത്തത് നമുക്ക് വേറെ വീഡിയോ എടുക്കാം. ഓക്കെ, അത് നമുക്ക് ട്രിം ചെയ്യാം. ഫസ്റ്റ് ഒരു 7 അല്ലെങ്കിൽ 5, ഞാനിവിടെ 7 എല്ലാം കൊടുത്തിരിക്കുന്നത്. 7 എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഇതിൽ ബിഗിനിങ്ങിലാക്കാൻ ഒരേ അളവിൽ തന്നെ കൊടുക്കാൻ നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് മാസ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതേപോലെ തന്നെ ആനിമേഷൻ എന്നുള്ളത് കൊടുക്കാം. അതിൽ ഞാൻ ഇപ്പം കൊടുത്തത് ഈ ഒരു ആനിമേഷൻ തന്നെയാണ്, സ്വൈപ്പർ R എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെയും പൈപ്പ് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഈ ഇതിലുള്ള താഴത്തുള്ളൊരു ഓപ്ഷൻസ് കൊടുക്കാം. അത് സൂം ചെയ്തതിന് ശേഷമാണ് നമുക്ക് മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതും നമുക്ക് ആനിമേഷനായിട്ട് ട്രിം ചെയ്ത് കൊടുക്കാം. 7 ഉള്ളത് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് 3 ഇപ്പോൾ ഒരേ ലെവലിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇതൊരു ഹൈ ക്വാളിറ്റി വീഡിയോ, മിഡിലുള്ളത് ഹൈ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇൻഷോട്ട് എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതാണ് നമുക്കത് നോക്കാം. പിന്നെ ക്യാൻവ, നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്ക് ഇപ്പോൾ നമ്മളത് പുതിയതായിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ഡെപ്ത് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ
സാറിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് റിവാർഡ് കിട്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ് വരുന്നത്. അതിനുശേഷം ഇത് സേവ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സേവായി. ഇനി നമുക്ക് വേണ്ടത് ഇതിനും നമുക്കൊരു ഞാൻ ഇതൊന്നും എഡിറ്റ് കളയാത്തതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിക്കുന്ന എന്നുള്ളൊരു രീതിയിൽ ഒന്നും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈവ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കിതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി. പക്ഷേ എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്താണോ നിങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുമ്പോൾ ഉള്ള ആ റിസൾട്ടാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ് ആക്കാം. ഇനി ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്താ പറയേണ്ടത്, ഇത് വന്നിട്ടുണ്ട്. നമുക്ക് സേവായ ഐറ്റംസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. 4 സെലക്ട് ചെയ്യാം. എന്നിട്ട് ട്രിം എന്നുള്ള ഓപ്ഷൻ, ഇത് ഇത്രക്കാരും വേണ്ട. ഓക്കെ, പിന്നെയുള്ളത് ഈ ഒരു വീഡിയോ നമുക്ക് ട്രിം ചെയ്യാം. ഇപ്പോൾ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീ കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. ട്രിം എന്നുള്ളൊരു ഓപ്ഷനാണ്. നമുക്കെല്ലാം 7 സെക്കൻഡ്സ് മതി, അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് മതി, അല്ലെങ്കിൽ 6 സെക്കൻഡ്സ് മതി. ഇതും നമുക്ക് പ്രീ കട്ട് ചെയ്തിട്ട് 6 സെക്കൻഡ്സ് എന്നുള്ള രീതിയിൽ പോവാം. ഓക്കെ, ഇതും 6 സെക്കൻഡ്സാണ് വേണ്ടത്. നിങ്ങൾക്കിപ്പം വീഡിയോസൊന്നും കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പിൻട്രസ്റ്റിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഇടാം. ഓക്കെ, ഇനി ഇതും 6 സെക്കൻഡ്സ്. പ്രീ കട്ട് 6 സെക്കൻഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ആക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ ഈ വീഡിയോ തന്നെ ആനിമേഷൻ കൊടുക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്. ഇതിൽ തന്നെ കുറേ തരം ആനിമേഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നിന്ന് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം വരുന്ന രീതിയിൽ ആനിമേഷൻ കൊടുക്കാം. ഒന്നെങ്കിൽ ഇത് സ്ലൈഡർ എന്നുള്ള രീതിയിൽ നമുക്ക് സെക്കൻഡ്സ്, ഈ 3 സെക്കൻഡ്സോ 4 സെക്കൻഡ് 2 സെക്കൻഡ്സ് മതി നമുക്ക്. അല്ലെങ്കിൽ സ്വീപ്പർ, അല്ലെങ്കിൽ നമുക്ക് ഔട്ട് കോംബോ നോക്കാം. ഓക്കെ, അത് ഇത്രക്കാരും വേണ്ട, ഒരു 1 സെക്കൻഡ് മാത്രമാണ് വേണ്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലും നമുക്ക് നോക്കേണ്ടത് ആനിമേഷൻ കോംബോ നോക്കാം. കോംബോ ആകുമ്പോൾ കുറച്ചുകൂടി വേറെ നോക്കാം. ഓക്കെ, ഇതിൽ വരുന്നത് ആനിമേഷൻ കോംബോ തന്നെയാണ് നോക്കുന്നത്. നമുക്ക് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആനിമേഷൻസ് എടുക്കാം. അതിനുശേഷം ഇതേപോലെ ആനിമേഷൻ കൊടുക്കാം. കോംബോയാണ് കൊടുക്കുന്നത്. ലൂപ്പ് നോക്കാം. ലൂപ്പിൽ വരുന്നത് നമുക്ക് ഇന്നലെ കാണിച്ചെന്ന പോലത്തെ കുറേ ഓപ്ഷൻസാണ്. ലൂപ്പിനെക്കാളും നല്ലത് കോംബോ വരുന്നതാണ് കേട്ടോ. ഇത്ര കാര്യം കൊടുക്കണ്ട, ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോ
കുറച്ച് നമുക്ക് നമ്മളതായ ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോസ് നമ്മുടെ ടൂർ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ചിട്ട് നോക്കാൻ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് മ്യൂസിക് കൊടുക്കാം. മ്യൂസിക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. കാരണം എക്സ്ട്രാക്ട് ഫ്രം ദ ഓഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഓഡിയോ എടുത്തിട്ടുണ്ട്. ആ ഓഡിയോ വെച്ചിട്ട് ഇന്നലെ ഞാൻ എടുത്ത് വെച്ച ഓഡിയോ ആണത്. അപ്പോൾ നമുക്ക് ഓഡിയോ നോക്കാം. ഇത് ക്യാൻവയിലാണ്, സോറി, ഇത് ക്യാൻവയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഓഡിയോ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു പാട്ടിൻ്റെ ഓഡിയോ എടുക്കാം. ഓഡിയോൻ്റെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് കേൾക്കുന്നില്ലാത്തൊരു നമുക്ക് നോക്കാം. നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും. ഇത് ഞാനിപ്പോൾ ഈ ഓഡിയോ എടുക്കാൻ കാരണം എൻ്റെ അടുത്ത് ഈ ഓഡിയോ മാത്രമാണ് ഉള്ളത്. നമുക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷം സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഓഡിയോസ് കൊടുക്കാം. നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോസ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഫോണിൽ തന്നെ നല്ല ഓഡിയോസോ അല്ലെങ്കിൽ നല്ല ഓഡിയോ ആപ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഒരു ടൂളിനെ കുറിച്ചിട്ട് കൂടി പഠിപ്പിച്ചു തരാം. അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിവിടെ സേവ് ആക്കുന്നുണ്ട്. അപ്പോൾ इन्नते एक्सपीरियंस अब तक का चीज़ीएस्ट पिज़्ज़ा पिज़्ज़ा के बीच में वोल्केनो उसमें चीज़ी वेलवेटी लावा चीज़ पे चीज़ डिप प्लीज डोमिनोज चीज़ वोल्केनो ये चीज़ का टीज़ നമുക്ക് ഒരു റൈറ്റിങ്സും കൂടി കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഇതുണ്ടാവും. അതിനുശേഷം ഞാനൊരു ടൂൾ പഠിപ്പിച്ചു തരാം. ഹലോ ട്രാവൽ എന്നിട്ട് മന്ത് കൊടുക്കാം. ട്രാവൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നല്ല ചിലതൊക്കെ ഇപ്പം കാണുന്നില്ലേ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റത്തെ ഈ ഒരു ഇതിന് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു സെക്കൻഡ്സിന് മാത്രം വേണ്ടിയിട്ട് നമുക്ക് ട്രാവൽ അതിനുശേഷം ഈ ട്രാവൽ എന്നുള്ളൊരു ഓപ്ഷൻ വരില്ല. അങ്ങനെ ഈ നമുക്ക് നമ്മളെ ഇഷ്ടാനുസരിച്ചത്തിൽ ഈ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേറെ എന്താ പറയേണ്ടത്, കുറച്ചും കൂടിയും പ്രൊഫഷണലായ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ഇൻഡെപ്തായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വരണം. അതാണ് പ്രൊഫഷണൽ രീതിയിൽ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു തരുന്നത്. പ്രൊഫഷണലായിട്ട് നമുക്ക് നല്ല രീതിക്ക് എഡിറ്റ് ഒക്കെ ചെയ്യാം ഈ ഇൻഷോട്ട് വെച്ചിട്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഫിൽറ്റേഴ്സാണ്. നമുക്ക് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് വീഡിയോസിനാണോ ഏത് കുറച്ചും കൂടി ബ്രൈറ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇതൊക്കെ ഓവറായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കുറേ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ ഫിൽറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റിയാണ് നോക്കേണ്ടത്. അതായത് നമ്മളെ ക്രിയേറ്റീവ് രീതിയിൽ നമ്മളെല്ലാം കൊണ്ടും എന്താ പറയേണ്ടത്, നമ്മളെ ക്രിയേറ്റീവിലൂടെയാണ് നമ്മൾ വളരുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാ രീതിക്കും ഓരോ ടൂൾസും എങ്ങനെയാണെന്നുള്ളത്, അതായത് എഫക്ട്സും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയാം.
ഇനി ഇവിടെ ഈ വീഡിയോൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടണമെങ്കിൽ നമ്മൾ ഇത് ആക്ച്വലി ഇതാണ് നമ്മൾ വീഡിയോൻ്റെ സ്പീഡ് വരുന്നത്. നമുക്കൊരു 2 കൊടുത്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു വീഡിയോ വേണ്ടിയിട്ട് മാത്രം. ഇനി കേർവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആയിട്ട് അതാണ് കേർവിനെ കൊണ്ടും എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ റീസെറ്റ് ചെയ്യാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഒരു നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ച് വന്നതിന് ശേഷമാണ് ഈ ടൂൾസൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് വീഡിയോ തന്നെ വേറെ വരുന്നത് സ്പ്ലിറ്റ് ആക്കുന്നുള്ളത്. അതായത് നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ട് നമുക്ക് പകുതി വേണ്ടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ, നമുക്ക് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോസെല്ലാം കട്ട് ചെയ്തിട്ട് പോകുന്നില്ലേ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ തന്നെ ആ ആഡ് വരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കട്ട് ചെയ്തിട്ട് പോവാം. അതാണ് ഈ സ്പ്ലിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അൺഡു എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം വരുന്നത് ഡിലീറ്റ്. ഇനി നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത കാര്യം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഇപ്പോൾ ഡിലീറ്റ് ആവും. ഓക്കെ, ആ ഡിലീറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അൺഡു ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഇതിന് തന്നെ കുറേ വോയിസസ് ഉണ്ട്. അതൊക്കെ മ്യൂട്ടാക്കണമെങ്കിൽ ഈ വോയിസിലാണ് നമുക്ക് മ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി സ്പീഡ് പറഞ്ഞു, ആനിമേഷൻ പറഞ്ഞു, ക്രോപ്പ് പറഞ്ഞു. ബാക്കിയുള്ള ടൂൾസ് നാളത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കാര്യങ്ങളും പ്രാക്ടീസിങ് ഗ്രൂപ്പിൽ അയക്കാം. ഞാൻ ഓരോ ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ട്. നല്ല രീതിക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെ വീഡിയോസും, ചില വീഡിയോസ് എനിക്ക് ലൈക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ ലൈക്ക് ഇടാത്തതുകൊണ്ട് രസമില്ലേ എന്നുള്ളത്. എല്ലാവരും നല്ല രസമുണ്ട്, നല്ല ക്രിയേറ്റീവായിട്ടാണ് നിങ്ങൾ ഓരോ ആൾക്കാരും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ താങ്ക് യു.